ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോൾ ലൈക്കിന്റെ BGMI ഗേൾസ് ലൈനപ്പിൽ ഉണ്ടായിരുന്ന റബൽ ഗോൾ ലൈക്കിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ റബൽ മാർക്കോസ് ഗെയിമിങ്ങിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് FIFA വേൾഡ് കപ്പ് 2024 മൊബൈലിൽ ഇന്ത്യ ക്വാർട്ടർ ഫൈനൽസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ മത്സരം ഉണ്ടായിരുന്നു. ടർക്കിക്കെതിരായിരുന്നു ക്വാർട്ടർ ഫൈനൽസ് ഉണ്ടായിരുന്നത്. ബെസ്റ്റ് ഓഫ് 3 മാച്ച് ആയിരുന്നു. ഫസ്റ്റ് മാച്ചിൽ തന്നെ 1-2 ടീം ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത്. പിന്നീടുള്ള 2 മാച്ചിലും വേറെ ലെവൽ കംബാക്കാണ് ടീം ഇന്ത്യ കാഴ്ചവെച്ചത്. ഫസ്റ്റ് മാച്ചിൽ 1-0 പിന്നീട് ലാസ്റ്റ് മാച്ചിൽ 2-0 ജയിച്ചുകൊണ്ട് ബെസ്റ്റ് ഓഫ് 3ൽ 2-1 ടർക്കിയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. സെമി ഫൈനൽസിൽ മലേഷ്യക്കെതിരെയായിരുന്നു ടീമിന്റെ മാച്ച് ഉണ്ടായിരുന്നത്. ഫൈനൽ മാച്ച് വരെ നല്ല രീതിയിലുള്ളൊരു കോമ്പറ്റീഷനാണ് നമ്മളെ ഇന്ത്യ മലേഷ്യക്കെതിരെ കൊടുത്തത്. പക്ഷേ മലേഷ്യക്ക് മുന്നിൽ ഇന്ത്യ അടിപതറാണ് ചെയ്തത്. മലേഷ്യ ഇന്ത്യയെ തോൽപ്പിക്കുകയും ചെയ്താൽ മലേഷ്യ വേഴ്സസ് മൊറോക്കോ ആണ് ഇനി ഇതിന്റെ ഫൈനൽസ് വരാൻ പോകുന്നത്. ഈ ഫിഫയുടെ വേൾഡ് ചാമ്പ്യന്മാർ ആരാവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇന്ത്യ അടിപൊളിയായിട്ടാണ് ഈ ഒരു മൊബൈൽ സ്പോർട്സ് ഈ ഒരു വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ ഇനി ഇതിലും അടിപൊളി പ്ലെയേഴ്സ് വരികയും അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിനെ അടിപൊളിയായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു FIFA വേൾഡ് കപ്പ് നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 40 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നവരുടെ അപ്പർ ബ്രാക്കറ്റും ലോവർ ബ്രാക്കറ്റിന് ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസമേ ഈ ഒരു അപ്പർ ബ്രാക്കറ്റും ലോവർ ബ്രാക്കറ്റും ഉള്ളൂ എന്നുള്ളത്. എല്ലാം 3 ദിവസം ഉണ്ട്. സോറി ഗൈസ്, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഇന്നലെ ഡേ 2 ആണ് അവസാനിച്ചിട്ടുള്ളത്. ഇനിയും ഒരു ദിവസം കൂടി ഉണ്ട് ഇതിൻ്റെ ക്വാളിഫയേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡേ 2 അവസാനിച്ചപ്പോൾ നമ്മൾ അപ്പർ ബ്രാക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോഡ്സ്ട്രീൻ ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ ആഷ് 1 തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെയും 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 63 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. ടോട്ടൽ 124 പോയിന്റോട് കൂടിയിട്ട് ആ ഒരു ആഷ് 1 പൊസിഷനിൽ തന്നെ അവർ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് സോൾ നിൽക്കുന്നുണ്ട്. ഇന്നലെ 42 പോയിന്റ് സ്വന്തമാക്കി ടോട്ടൽ 95 പോയിന്റോടാണ് അവർ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ബ്ലിറ്റ്സ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതും 15-ാം സ്ഥാനത്ത് നിന്നുമാണ് ഈ ഒരു ടീം വേറെ ലെവൽ കംബാക്ക് ഇന്നലെ കാഴ്ചവെച്ചത്. ഏകദേശം 69 പോയിന്റിൻ്റെ അടുത്താണ് ഇന്നലെ മാത്രം ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഗോളിലേക്ക് 12-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 31 പോയിന്റുമായിട്ട്. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേ വരുന്നത്. 6 മാച്ചും കൂടി ഉണ്ട്. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകൾ ഡയറക്റ്റ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവും. ബാക്കി 8 ടീമുകൾ എലിമിനേറ്റ് ആയി പോകുന്നില്ല. ലാസ്റ്റ് ചാൻസിലേക്ക് വീണ്ടും ഒരു ചാൻസും കൂടി അവർക്ക് കിട്ടുകയാണ്. ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു മാച്ചുകൾ നമുക്ക് ലൈവായിട്ട് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ ബ്ലൈൻഡും മിത്ത് ഒഫീഷ്യൽസും അതിൽ കളിക്കുന്നുണ്ട്. വിൻഗോഡാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നത് 104 പോയിന്റായിട്ട്. സെക്കൻഡ് LFP നിൽക്കുന്നുണ്ട് 98 പോയിന്റായിട്ട്. ബ്ലൈൻഡ് തേർഡ് നിൽക്കുന്നുണ്ട്. ഇന്നലെ 44 പോയിന്റാണ് സ്വന്തമാക്കുന്നത്. ടോട്ടൽ 90 പോയിന്റായിട്ടാണ് ഒരു തേർഡ് പൊസിഷനിൽ ബ്ലൈൻഡ് നിൽക്കുന്നത്. മിത്ത് ഒഫീഷ്യൽസ് 15-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 42 പോയിന്റായിട്ട്. ഇതിനും ഒരു ദിവസം കൂടിയാണുള്ളത്. 6 മാച്ചുകളുണ്ട്. ഇതിൽ ടോപ്പ് 8 എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് 8 എത്തിയാൽ മാത്രമേ ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് കളിക്കാനുള്ള അവസരം കിട്ടുള്ളൂ. ബാക്കി വരുന്ന ബോട്ടം 8 ടീമുകൾ പുറത്തായി പോകും. അപ്പോൾ ടോപ്പ് 8 എത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൈൻഡും എത്തും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അപ്പർ ബ്രാക്കറ്റിൻ്റെ ലാസ്റ്റ് ഡേ മത്സരങ്ങൾ ഇന്ന് നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടാണ് ഉണ്ടാകുക. ആൻഡ് ബ്ലൈൻഡിൽ പുതിയ പ്ലേയേഴ്സാണ് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവിളും മേക്കും ആണുള്ളത്. ബാക്കി 2 പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഏകദേശം കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇന്നലെ കമൻറ്റ് സെക്ഷനിലും കുറേ പേര് കറക്റ്റ് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളി പ്ലെയറായുള്ള സൈറക്സ് വീണ്ടും നമ്മളെ ബ്ലൈൻഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കാർണിവൽ ഗെയിമിങ്ങിലും ഗോഡ് സ്ക്രീനിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഷോഗണും നമ്മളെ ബ്ലൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈറക്സും ഷോഗണും കൂടിയാണ് ഇപ്പോൾ മാക്കിൻ്റെയും ഈവിളിൻ്റെയും കൂടെ ടീമിൽ ഇപ്പോൾ കളിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള അടുത്ത കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പോൾ എത്രത്തോളം അടിപൊളിയായിട്ട് ഈ ഒരു ലൈനപ്പ് കളിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് GST സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ക്ലാഷ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ ഇവന്റ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടീം ഹെക്ടർ അല്ലെങ്കിൽ കാർണിവൽ ഗെയിമിംഗ് ഉണ്ടായിരുന്ന ആ ഒരു ടീം ഹെക്ടർ ഇതിൻ്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് 93 പോയിന്റായിട്ട്. സെക്കൻഡ് ഇൻസൈൻ എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യയുടെ ആ ഒരു ലൈനപ്പ് 83 പോയിന്റായിട്ട്. തേർഡ് LFP എത്തി 79 പോയിന്റായിട്ട്. അങ്ങനെ ആ ഒരു ഇവന്റും അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പവറിൻ്റെ കാര്യം തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഹെക്ടറിൻ്റെ ടീമിൽ നിന്ന് ഒഴിയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു എക്സ്പവർ ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്നലെ ഹെക്ടർ വന്നപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. ടീം ഹെക്ടറിൽ നിന്നും അല്ലെങ്കിൽ ഒരു കാർണിവൽ ഗെയിമിംഗ് ആ ഒരു ലൈനപ്പിൽ നിന്നും എക്സ്പവർ ഇറങ്ങിയിരിക്കുകയാണ്. കാർണിവൽ ഗെയിമിങ്ങിന് പുതിയ ട്രയോട്ട്സും കാര്യങ്ങളൊക്കെ
ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എസ്പോർ ഇനി ഏത് ടീമിലേക്കാണ് പോകാനിരിക്കുന്നത് അല്ലെങ്കിൽ പോവാന്നുള്ളതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. സോൾ എന്നുള്ള പേരായിരുന്നു എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റൂമേഴ്സായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാന്യയും സിദ്ധും അത് എതിർത്ത്, അല്ലെങ്കിൽ ഇനി സോൾ ചേഞ്ചസ് ഇല്ല എന്നാണ് അവരും പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്ക് കണ്ടറിയാം ഏത് ടീമിലേക്കായിരിക്കും എസ്പോർ പോകാനിരിക്കുന്നതെന്ന്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെ ബ്ലൈൻഡിൻ്റെ ആ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ ആ ഒരു മലയാളി ലൈനപ്പ് ഫുള്ളി സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷാഡോ ഒമെക്സിലേക്ക് പോയി, അഫും കാലനും കൂടിയാണ് നമ്മളെ ബാക്കി ഉണ്ടായിരുന്നത്. സ്പൈ ആൾറെഡി ടീമിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മളെ കാലൻ്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഒരു ഇൻസ്റ്റാ സ്റ്റോറി കാണാനായിട്ട് സാധിച്ചു. ലുക്കിംഗ് ഫോർ എ ഓർഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത്. അതിൽ നമ്മളെ സ്പൈയോപ്പിയെയും അഫുവിനെയും അതേപോലെ കിഡിനെയും മെൻഷൻ ചെയ്തിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായത്. അതായത് കാലൻ, സ്പൈ, അഫു, കിഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലൈനപ്പിനെ അവർ ബിൽഡ് ചെയ്യുന്നു, അവർ പുതിയൊരു ഓർഗിനെ നോക്കുകയാണെന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മല്ലു ലൈനപ്പും കൂടി നമ്മൾ ടോപ്പ് ഇതിലേക്ക് എത്തുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇവർക്ക് പുതിയൊരു ഓർഗ് കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് ഇവർ ഈ അടുത്ത ടൂർണമെൻറ്റ് കളിച്ച് എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.